ഏത് നിമിഷവും നമ്മൾ ഭയന്നിരുന്ന ആ യുദ്ധം സംഭവിക്കാം. ചൈന ഇപ്പോൾ കടുത്ത നടപടി തുടങ്ങിയിരിക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 41 ചൈനീസ് യുദ്ധവിമാനങ്ങളാണ് ഇപ്പോൾ തായ്വാന്റെ അതിർത്തി കടന്നിരിക്കുന്നത് എന്ന റിപ്പോർട്ട് പുറത്തുവരുന്നു. 7 യുദ്ധക്കപ്പലുകൾ തായ്വാന്റെ സമുദ്രാതിർത്തിയിൽ പ്രവേശിച്ചു എന്ന റിപ്പോർട്ട് വരുന്നു. ഷീ ജിൻപിങ് കടുത്ത നടപടിക്ക് ഒരുങ്ങുന്നതായിട്ടാണ് ഈ റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. പിങ്ങിൻ്റെ തായ്വാന് വേണ്ടിയുള്ള പദ്ധതി എന്താണ്? ലോകമെമ്പാടും ഇത് ചർച്ച ചെയ്യുന്നു. കാരണം വ്യക്തമാണ്, ചൈനീസ് വിമാനങ്ങൾ ആവർത്തിച്ച് തായ്വാന്റെ ജലാശയങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. തായ്വാന്റെ പ്രതിരോധ മന്ത്രാലയം ഇന്ന് രാവിലെ പറഞ്ഞത് 41 യുദ്ധവിമാനങ്ങൾ, 7 യുദ്ധക്കപ്പലുകൾ ഞങ്ങളുടെ ജലാശയത്തിന് ചുറ്റും വട്ടമിട്ട് പറക്കുന്നു. ആ 41 യുദ്ധവിമാനങ്ങളിൽ 21 തായ്വാന്റെ ജലാശയ അതിർത്തിക്ക് അപ്പുറം പ്രവേശിക്കുകയും ചെയ്തു. ആ വിമാനങ്ങൾ തായ്വാന്റെ വ്യോമ പ്രതിരോധ തിരിച്ചറിയൽ മേഖലയുടെ പടിഞ്ഞാറൻ തെക്കൻ പ്രദേശങ്ങളിലാണ് പ്രവേശിച്ചത്. തായ്വാൻ വിദേശകാര്യമന്ത്രി ലിൻ ചിയ ലുങ് ചൈനയെ പ്രാദേശിക ആക്രമകാരി എന്ന് വിളിച്ചു. സോളമൻ ദ്വീപുകളിൽ ചൈനയ്ക്ക് പൂർണ്ണ സ്വാധീനമുള്ളതിനാലാണ് അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയത്. വരാനിരിക്കുന്ന പസഫിക് മൈൽസ് ഗ്രൂപ്പ് ഫോറത്തിൽ നിന്ന് യുഎസിനെയും തായ്വാനെയും അവർ ഒഴിവാക്കി. നിലവിൽ പസഫിക് മൈൽസ് ഗ്രൂപ്പിന്റെ അധ്യക്ഷ സ്ഥാനം സോളമൻ ദ്വീപുകൾക്കാണ്. പസഫിക് സമുദ്രത്തിലെ ചില ദ്വീപുകളെ ചൈന പണം നൽകി സ്വന്തം ഭാഗത്തേക്ക് തിരിച്ചുവിട്ടിട്ടുണ്ട്. ഇത് അമേരിക്കയ്ക്കും ആശങ്കാജനകമാണ്. തായ്വാനെ ചൈന തൻ്റേതെന്ന് വിളിക്കുന്നു. എന്നാൽ തായ്വാൻ സ്വയം ഒരു സ്വാതന്ത്ര്യവും പരമാധികാരവുമായിട്ടുള്ള രാഷ്ട്രമാണെന്ന് വിളിക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഇതുമായി ബന്ധപ്പെട്ട് 100 തവണ കള്ളം പറഞ്ഞാൽ അത് സത്യമാകില്ലെന്ന് തായ്വാൻ വിദേശകാര്യമന്ത്രി ഇപ്പോൾ ആക്രോശിക്കുന്നു. വിശകലന വിദഗ്ധർ പറയുന്നത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ചൈനയിൽ ആഭ്യന്തര സംഘർഷങ്ങൾ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ പൊതുജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ ചൈന ഇന്ത്യയുടെ ലഡാക്ക്, ഡോക്ലാം, അരുണാചൽ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ നുഴഞ്ഞു കയറാൻ വടക്ക് പടിഞ്ഞാറോട്ട് പോയി അവിടെ പരാജയപ്പെട്ടു. അതിനാൽ ഇപ്പോൾ ഷീ ജിൻപിങ് തെക്ക് കിഴക്കൻ തായ്വാനെ പിടിച്ചെടുത്ത് മാവോ സേ തുങ്ങിനേക്കാൾ വലിയവനാണെന്ന് കാണിക്കാൻ ആഗ്രഹിക്കുന്നു. 1950 മാവോ സേ തുങ് ടിബറ്റ് പിടിച്ചെടുത്തു. പക്ഷേ ആ സമയത്ത് US നാവികസേനയുടെ സംരക്ഷണത്തിലായിരുന്ന തായ്വാനെ പിടിച്ചെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഇപ്പോൾ ഷീ ജിൻപിങ് അതിന് തുനിയുകയാണ്. ഷീ ജിൻപിങ് തായ്വാൻ പിടിച്ചെടുത്ത് മാവോ സേ തുങ്ങിനേക്കാൾ വലിയവനാണെന്ന് കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ചോദ്യം ലളിതമാണ്: അമേരിക്ക അത് സംഭവിക്കാൻ അനുവദിക്കുമോ? ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.